ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയംകൂട്ടും. അതായത് കുംഭമാസമാണ് ഇപ്പോൾ നടക്കുന്നത്. കുംഭമാസത്തിൽ 27 നക്ഷത്രങ്ങൾക്കുള്ള ഫലങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുകൂലപരമായിട്ടും ഗുണകരമായിട്ടും ശ്രേഷ്ഠപരമായിട്ടും ഗുണം കിട്ടുന്ന ഒരു നക്ഷത്രങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക വളരെ ഉചിതപരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ വരുന്ന മാസമാണ് ഈ കുംഭമാസം എന്നുള്ളത് യാതൊരു തർക്കവിഷയമില്ലാത്ത കാര്യമാണ്. ഇവരിത് ശ്രദ്ധിക്കുക തന്നെ വേണം. മേടൻ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കുംഭൻ രാശിയിൽ 11-ൽ ശനിയും 2-ൽ വ്യാഴവും അതേമാതിരി ചാരവസാൽ തന്നെ കുംഭൻ രാശി 11-ൽ ലാഭസ്ഥാനം നിൽക്കുന്ന സൂര്യനും കൂടിയിട്ടാണ് പറയുന്നത്. അവിടെ സൈനിക മൗഢ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. മൗഢ്യം വന്നു കഴിഞ്ഞ് പറഞ്ഞ സൈനികയുടെ പ്രൗഢ്യം കുറച്ച് കുറയും. എന്നിരുന്നാലും ഗുണാനുഭവങ്ങൾ വന്നുകൊണ്ട് ചേരാനുണ്ട്. അത് വിട്ടു കഴിഞ്ഞ് പറഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ സൂര്യൻ ചാരവസ്ഥാനം സഞ്ചരിക്കും. ഇടവൻ രാശിക്കാർ കാർത്തിക, രോഹിണി, മകീരം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട്. പക്ഷേ ഇവർക്ക് കണ്ടക ശനിയുണ്ട്, വ്യാഴം പഴിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ചാരവസ്ഥാൻ വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത വളരെ അനുകൂലമാണ്. അത് വിട്ടു കഴിഞ്ഞ് പറഞ്ഞാൽ കന്നിരാശിക്കാർ കാണും. കന്നിരാശിക്കാർക്ക് 6-ാം ഭാവത്തിൽ സൂര്യൻ ചാരവസ്ഥാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഗുണകരമായിട്ടുള്ളതുണ്ട്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3/4 ഭാവവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാവവും കൂടി ചേരുന്ന രാശിയാണ് കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും വിജയസാധ്യതകളും ജോലി സാധ്യതകളും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ളതും ഈ ശനിയുടെ മാറ്റത്തോട് കഴിയാൻ പോകുന്നതോടുകൂടി അവർക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ എത്തിച്ചേരുവാനും ഉള്ള സാധ്യതയും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം എത്തുമ്പോൾ അതിനുള്ള ഭാവങ്ങളും വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് വിട്ടുകഴിഞ്ഞാൽ ചിത്തിരയുടെ അവസാനത്തെ ഭാഗവും ചോതി വിസാവത്തിൻ്റെ 3/4 ഭാഗവും ആദ്യത്തെ 3/4 ഭാഗങ്ങൾ ചേരുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഈ കുംഭൻ രാശിക്കാർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ, അസുഖത്തിൽ നിന്ന് ഭേദം കിട്ടുവാനുള്ള സാധ്യതകൾ, ധനധാന്യ വർധനവ്, പുരോഗമന പാതയിൽ ചിന്തിക്കുവാനുള്ള സാധ്യത, വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുക, കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധികൾ ഉണ്ടാവുക, വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടാകുക, ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക, ഭൂമി വിൽക്കാത്ത ഭൂമിയായാലും വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക, അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടാകുക, ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാധ്യത, ഭവന നിർമ്മാണത്തിൽ തുടക്കം കുറിക്കാനുള്ള സാധ്യത, ഭവന നിർമ്മാണത്തിനെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യത, ബന്ധു സമൂഹങ്ങളായിട്ട് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത്, പൂർവിക സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യത, അസുഖ സംബന്ധമായിട്ടുള്ള ത്വക്ക് സംബന്ധമായിട്ടുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം കുറച്ച് ആശ്വാസങ്ങൾ കിട്ടുകയും മാറിപ്പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ ഈ കുംഭൻ രാശിക്കാർ കാണുന്നുണ്ട്. അല്ല, കുംഭമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ കുംഭമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ യഥേഷ്ടപരമായിട്ട് തന്നെ ഗുണകരമായിട്ടുണ്ട്. അത് നിങ്ങൾ അനുഭവത്തിൽ നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നത്. ഇതിൽ പ്രത്യേകപരമായിട്ട് ഇപ്പോൾ പറയാനുള്ള ബിസിനസ്സുകാർക്കാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എഞ്ചിനീയർ സംബന്ധമായിട്ടും IT സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നത്, മെഡിക്കൽ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ഗുണങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ഫൈനാൻസ് സംബന്ധമായിട്ട് ധനസംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ധനാഭിപഠനം ഉണ്ടാകും. അതുപോലെ എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളിലും പ്രാവീണ്യം കൂടുതൽ തെളിയിക്കുവാനുള്ള സാധ്യത കൊണ്ട് അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഒരു കുംഭമാസത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം.